ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നോൺ ഓവർലാപ്പിംഗ് സീസണൽ ബ്രീഡേഴ്സിൻ്റെ കേസിലുള്ള പോപ്പുലേഷൻ്റെ ഗ്രോത്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ പറ്റിയായിരുന്നു. അപ്പം അവർ ജോമെട്രിക്കൽ ഗ്രോത്ത് പാറ്റേൺ കാണും, ജോമെട്രിക്കൽ ഗ്രോത്ത് പാറ്റേൺ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ഇക്വേഷൻ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റവർ സീസണൽ ബ്രീഡേഴ്സാണ്, അവർ ഒരു സീസണോടുകൂടി റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ പ്രോജനം ഉണ്ടാവും. അടുത്ത സീസണിലെ പോപ്പുലേഷൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ പ്രോജനികൾ മാത്രമായിരിക്കും. പ്രീവിയസ് ജനറേഷനിൽ നിന്ന് ഒരു മെമ്പർ പോലും അവരുടെ പാർട്ടല്ല. അങ്ങനെയുള്ള കേസിൽ R0 ഇൻറ്റു N അല്ലെങ്കിൽ N ഇൻറ്റു R0 N+1 എന്നുള്ള ഇക്വേഷൻ പറ്റും. പക്ഷേ അത് കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ത്രൂ ഔട്ട് ദ സീസൺ, ത്രൂ ഔട്ട് ദ ഇയർ അവർ സീസണല്ല ത്രൂ ഔട്ട് ദ ഇയർ അവർ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഒരു പീരീഡ് ഉണ്ടെങ്കിൽ ആ ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള എല്ലാ സമയത്തും പോപ്പുലേഷനിലെ ചില മെമ്പേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു സീസൺ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ് ആകാം, ഡിക്രീസ് ആകാം, എങ്കിലും എന്താണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ കേസിൽ അങ്ങനെയല്ലായിരുന്നു. ആ ഒരു സീസണിൽ മാത്രം എല്ലാ മെമ്പേഴ്സും റീപ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി കൂടുതൽ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെ ഇക്വേഷൻ ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ഓരോ സമയത്തും ഇവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ N ഇൻറ്റു R0 എന്ന് പറയുമ്പോൾ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ പോപ്പുലേഷനാണ്. അത് പ്രീവിയസ് ജനറേഷനിൽ ഒരു പ്രത്യേക നമ്പർ ഉണ്ട്. അത് ഇൻറ്റു R0 ചെയ്താൽ ഈ ജനറേഷനിലെ നമ്പർ കിട്ടും. അപ്പോൾ അവിടെ N ഒരു പ്രത്യേക വാല്യൂ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാം. ഒരു വർഷം, ഈ വർഷം ഇത്ര പേരേ ഉള്ളൂ, അത് ആ വർഷം അടുത്ത ബ്രീഡിംഗ് സീസൺ വരെ കൂടാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, N കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻക്രീസിങ് പോപ്പുലേഷനാണ്, കണ്ടിന്യൂസ് ആയിട്ട് N കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഇവിടെ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു N ഇൻറ്റു R0 N+1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ N ഇൻറ്റു R0 ചെയ്തിട്ട് ചിലപ്പോൾ എന്താണ് ചെയ്യുന്നു, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചത്തെ N ഇൻറ്റു R0 ചെയ്തപ്പോൾ ഒരു നമ്പർ കിട്ടി. ഇനി എന്താണ് അടുത്ത ഈ ആഴ്ച ഉണ്ടായവരും കൂടെ N-ന്റെ ഭാഗം, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ പോപ്പുലേഷൻ്റെ ഭാഗമാകും. അപ്പോൾ എന്തായിരിക്കും അടുത്ത ആഴ്ച എന്തായിരിക്കും പുതിയ N ഇൻറ്റു R0. അപ്പോൾ പ്രാക്ടിക്കലി അത് പറ്റത്തില്ല, അത് ശരിയുമല്ല. അതിങ്ങനെ ചെയ്താൽ എന്താണ് അങ്ങനെ ചെയ്യലും മെയിനായിട്ട് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ വേറൊരു ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഹെഡിങ് തന്നെ എന്താണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഡിസ്ക്രൈബ്സ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ദ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. അപ്പോൾ നമ്മൾ കണ്ടു സീസണൽ ബ്രീഡേഴ്സിൻ്റെ കേസിൽ ജോമെട്രിക്കൽ ഗ്രോത്ത് ആണ്. അപ്പോൾ ഇനി പറയുന്ന എന്താണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ എന്താണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഈ കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നോക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ എന്താണ് ഒരാഴ്ച എടുത്താൽ ആ ഒരാഴ്ച കൊണ്ട് എത്രമാത്രം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ സൈസ്, അല്ല 2 ആഴ്ച എടുത്താൽ ആ 2 ആഴ്ച കൊണ്ട് എത്രമാത്രം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അപ്പോൾ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആയതുകൊണ്ട് ഒരാഴ്ച ഉണ്ടാകുന്ന കഴിഞ്ഞാൽ കൂടുതലായിരിക്കും 2 ആഴ്ച ഉണ്ടാകുന്നത്. കാരണം എന്തായിരിക്കും ഒരാഴ്ച 5 പേരുണ്ടായി കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് 10 എത്രയെങ്കിലും വേണമെങ്കിലും ആവും. അപ്പോൾ ഇവിടെ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഇക്വേഷൻ്റെ സമയത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? ചേഞ്ച് ഇൻ നമ്പർ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഒരു പ്രത്യേക ടൈം പീരീഡ് കൊണ്ട് എത്ര പുതിയ ആൾക്കാരുണ്ടായി എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ നമ്പർ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മളിവിടെ ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കുക, ആ ചേഞ്ച് ഇൻ നമ്പറിനെ നമ്മൾ ഡെൽറ്റ N കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഡെൽറ്റ T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം, ചേഞ്ച് ഇൻ ടൈം ആണ് ഡെൽറ്റ T എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ നമ്പർ വിത്ത് റെസ്പെക്ട് ടു ടൈം, ചേഞ്ച് ഇൻ നമ്പർ എന്താണ്? ന്യൂമറേറ്റർ ആയിട്ട് ചേഞ്ച് ഇൻ നമ്പർ, ഡിനോമിനേറ്റർ ആയിട്ട് ചേഞ്ച് ഇൻ ടൈം. അതായത് ചേഞ്ച് ഇൻ നമ്പർ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ സമയത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള
ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആകാം, ഡിക്രീസ് ആകാം. നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ ഇൻക്രീസ് കൂട്ടാം, ഡിക്രീസിങ് പോപ്പുലേഷൻ ഉണ്ട്, കാരണം കണ്ടീഷൻ മോശമാക്കി കഴിഞ്ഞാൽ ഡിക്രീസ് ആകാം. എങ്കിലും ഇവിടെ ചേഞ്ച് ഇൻ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇൻക്രീസ് കൂട്ടാം, കാരണം നമ്മൾ പോപ്പുലേഷൻ എക്കോളജിയിലെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ഡെൽറ്റ എൻ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ നമ്പർ, ഒരു 100 പേരുള്ള ഒരു പോപ്പുലേഷൻ, 100 പേരുള്ള ഒരു പോപ്പുലേഷൻ, 100 പേരുള്ള ഒരു പോപ്പുലേഷൻ ഒരു പ്രത്യേക സമയം കൊണ്ട് 150, ടോട്ടൽ 150 ആയി കഴിഞ്ഞെങ്കിൽ ആക്ച്വലി 150 അല്ല ചേഞ്ച് ഇൻ നമ്പർ. ചേഞ്ച് എന്താണ്? 50 ആണ്. 50 ആണ്. കാരണം 100 എന്നുള്ളത് 150 ആയി കഴിഞ്ഞപ്പോൾ, 100 എന്നുള്ളത് 150 ആയി കഴിഞ്ഞപ്പോൾ ചേഞ്ച് ഇൻ നമ്പർ 100-ൽ നിന്നും 150 കിടക്കുന്ന നമ്പറാണ് ചേഞ്ച് ഇൻ നമ്പർ. അപ്പോൾ ആ ചേഞ്ച് ഇൻ നമ്പർ വിത്ത് റെസ്പെക്ട് ടൈം ആണ് നമ്മൾ ഈ പറയുന്ന എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ നമ്പർ ആണ്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, 100 എന്നുള്ള പോപ്പുലേഷനിൽ നിന്നും 150 ആയപ്പോൾ ചേഞ്ച് ഇൻ നമ്പർ 50 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ചേഞ്ച് ഇൻ നമ്പർ പ്ലസ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പ്രീവിയസ് പോപ്പുലേഷൻ, തൊട്ട് മുന്നേ ഉള്ള പോപ്പുലേഷനിൽ എത്ര പേരുണ്ടെന്നുള്ള കണ്ടുപിടിക്കുക. അപ്പോൾ 100 പേര് ഓൾറെഡി ഉണ്ടായിരുന്നു, 150 ആയി. നമുക്ക് ചേഞ്ച് ഇൻ നമ്പർ 50 കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ എത്രയായിരിക്കും? 50 + 100 വിച്ച് ഈസ് ഈക്വൽ ടു 150 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ നമ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ചേഞ്ച് ആണ് കാണിക്കുന്നത്, അല്ലാതെ ആക്ച്വൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ അല്ല കാണിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ നമ്പർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു പോപ്പുലേഷനിൽ ഒരു സമയം കൊണ്ട് ചേഞ്ച് ഇൻ നമ്പർ എങ്ങനെ ഉണ്ടാകുന്നത്? പുതിയ ആൾക്കാർ ഉണ്ടാകുന്നത് വഴി പുതിയ ഇൻഡിവിജ്വൽസ് ആർ ആഡഡ്. പക്ഷേ അത് മാത്രമല്ല, ഡെത്ത് സംഭവിക്കാറുണ്ട്. അപ്പോൾ നോക്കുക, ഒരു പോപ്പുലേഷനിൽ 100 പേര് പുതിയതായിട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ബർത്ത് ആണ്. 100 പുതിയ ബർത്ത്, ഒരു മാസത്തെ ടൈം പീരീഡ് കൊണ്ട് ഒരു പോപ്പുലേഷനിൽ 100 പേര് പുതിയതായിട്ടുണ്ടായി. പക്ഷേ ഡെത്ത് 50 പേര് ഡെഡായി. അപ്പോൾ ആക്ച്വലി ചേഞ്ച് ഇൻ നമ്പർ, ആക്ച്വലി ന്യൂലി ആഡഡ് ഇൻഡിവിജ്വൽസ് ടു ദ പോപ്പുലേഷൻ 50 ആണ്. അപ്പോൾ ആ പോപ്പുലേഷനിൽ ഓൾറെഡി 100 പേരുള്ള പോപ്പുലേഷനിൽ 100 പേര് പുതിയതായിട്ടുണ്ടായി, 50 പേര് ഡെഡായി എന്ന് പറഞ്ഞാൽ 50 പേരാണ് ഇൻ എഫക്റ്റ് ചേഞ്ച് ഇൻ നമ്പർ 50 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ ഉണ്ടായിരുന്ന 100 പ്ലസ് 50 വിച്ച് ഇസ് ഈക്വൽ ടു 150. ഇങ്ങനെയാണ് ടോട്ടൽ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ ആ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എൻ എന്താണ്? ചേഞ്ച് ഇൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ആയിട്ട് റിലേറ്റ് ആണ്. ഇവിടെ എന്താണ്? ചേഞ്ച് ഇൻ നമ്പർ എൻ. ടി എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ബർത്ത് മൈനസ് ഡെത്ത് എന്ന് പറയാൻ പറ്റും. അപ്പം വേറൊരു പ്രശ്നം എന്താണ്? അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ നമ്പർ ഓഫ് ഡെത്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ആക്ച്വൽ നമ്പർ ഓഫ് ഡെത്തും കാൽക്കുലേറ്റ് ചെയ്യണം. ആ ബർത്തും ഡെത്തും തമ്മിലുള്ള വ്യത്യാസമാണ് ആക്ച്വലി ചേഞ്ച് ഇൻ നമ്പർ. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ബർത്ത്, നമ്പർ ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ബർത്ത് റേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, ബർത്ത് റേറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. അതേപോലെ ഡെത്ത് എന്ന് പറയുന്നത് ഡെത്ത് റേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ നമ്പർ വിത്ത് റെസ്പെക്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബർത്ത് മൈനസ് നമ്പർ ഓഫ് ഡെത്ത് ആണ്. അതാണ് ആക്ച്വൽ നമ്പർ ഓഫ് ന്യൂലി ആഡഡ് ഇൻഡിവിജ്വൽ ടു ദ പോപ്പുലേഷൻ. അപ്പോൾ ഈ ബർത്ത് എന്നുള്ളത് ബർത്ത് റേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, ഡെത്ത് എന്നുള്ളത് ഡെത്ത് റേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താണ് ബർത്ത് റേറ്റ്, എന്താണ് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഉള്ള ഒരു പോപ്പുലേഷന് അതിനകത്ത് ഓരോരുത്തരും എത്ര പ്രോജനികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബർത്ത് ഓർ ഡെത്ത് റേറ്റ് ഈസ് എക്സ്പ്രസ് പെർ ഇൻഡിവിജ്വൽ ഇൻ ദ പോപ്പുലേഷൻ. ഒരു ഇൻഡിവിജ്വൽ എത്ര പ്രോജനെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലായിക്കോളും. 100 പേരുള്ള ഒരു പോപ്പുലേഷനിൽ 50 പേര് പുതിയതായിട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ 50/100 ആണ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. അതായത് 0.5 ആണ് ഓരോരുത്തരും ഈ ഒരു പുതിയ ഇൻക്രീസിങ് പോപ്പുലേഷനോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. 100 പേരുള്ള പോപ്പുലേഷനിൽ 50 പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ എന്താണ് 50, 100 പേർക്ക് 50. അപ്പോൾ എന്തായിരിക്കും ആ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 ഇങ്ങനെയാണ് ബർത്ത് റേറ്റ് കാൽക്കുലേറ്റ്. അപ്പോൾ എങ്ങനെയാണ് ബർത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ എത്ര പ്രോജനി ഉണ്ടായി അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ, അതാണ് ബർത്ത് റേറ്റ്.
അതാണ് ബർത്ത് റേറ്റ്. അപ്പോൾ നോക്കുക, ഇത് എൻ എന്ന് പറയാൻ പറ്റും. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ. ഇനി എന്താണ്? എൻ ബി എന്ന് ഞാൻ റെപ്രസെന്റ് നമ്പർ ഓഫ് ബർത്ത്. എൻ ബി ബൈ എൻ വിൽ ഗീവ് ആക്ച്വൽ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞതുപോലെ ഡെത്ത് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡെത്ത് റേറ്റ് 100 പേരുള്ള ഒരു പോപ്പുലേഷനിൽ 25 പേര് ഡെഡ് ആകുന്നു എന്ന് പറയുമ്പോൾ 25/100 ആണ് അതിൻ്റെ ഡെത്ത് റേറ്റ്. അപ്പോൾ എത്രയാണ്? 0.25. ബർത്ത് റേറ്റ് 0.25 ആണ്. ഓക്കെ, 0.25. അപ്പോൾ എന്താണ് ഇത് പറഞ്ഞേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ആണ്, ഇത് ആക്ച്വൽ നമ്പർ ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷനും ഇൻറ്റു ബർത്ത് റേറ്റ് ഇവിടെ എത്രയാണ്? 0.5 എന്ത് നൽകും നമുക്ക്? ആക്ച്വൽ നമ്പർ ഓഫ് ബർത്ത് വിച്ച് ഇസ് ഈക്വൽ ടു 50 കിട്ടും. നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ഇൻറ്റു ബർത്ത് റേറ്റ് വിൽ ഗിവ് യു ആക്ച്വൽ നമ്പർ ഓഫ് ബർത്ത് ഇൻ ദ പോപ്പുലേഷൻ. അപ്പോൾ അത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ ഇവിടുത്തെ കേസിൽ എന്താ? അപ്പോൾ ആക്ച്വൽ നമ്പർ ഓഫ് ബർത്ത് എത്രയാണ്? 50 ആണ്. ഇനി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ 100, നമ്പർ ഓഫ് ഡെത്ത് 25. ഇനി എന്താണ്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ഇൻറ്റു 100 ഇൻറ്റു 0.25 will give you the actual number of death. അതെത്രയാണ്? 25. അപ്പോൾ നമ്പർ ഓഫ് ബർത്ത് നമുക്കിവിടെ കാൽക്കുലേറ്റ് എന്താണ്? ബർത്ത് എത്രയാണ്? 50 ആണ്. ഡെത്ത് എത്രയാണ്? 25 ആണ്. അപ്പോൾ n ഇൻറ്റു ബർത്ത് റേറ്റ്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ഇൻറ്റു ബർത്ത് റേറ്റ് എന്ത് തരും നമുക്ക്? നമ്പർ ഓഫ് ആക്ച്വൽ ബർത്ത്. n ഇൻറ്റു ഡെത്ത് റേറ്റ് അതെന്ത് തരും നമുക്ക്? നമ്പർ ഓഫ് ആക്ച്വൽ ഡെത്ത്സ് ഇൻ ദ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്? ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് ആണ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? ബർത്ത് മൈനസ് ഡെത്ത് ആണ്. അപ്പോൾ ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു, നമ്മളത് ബർത്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ. ഡെൽറ്റ എൻ അല്ല, എൻ. ആക്ച്വലി എന്താണ്? ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് ആണ്. ആക്ച്വൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ എൻ ഇൻറ്റു എന്താണ്? n ഇൻറ്റു ബി. എന്താ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബർത്ത് റേറ്റ്. അതെന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഈ ടൈം നമ്പർ ഓഫ് ബർത്ത് കിട്ടും. ഇനി എന്താണ്? മൈനസ് n ഇൻറ്റു ഡി. എന്താണ് n ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ഇൻറ്റു ഡെത്ത് റേറ്റ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വൽ നമ്പർ ഓഫ് ഡെത്ത് കിട്ടും. അപ്പോൾ ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ഇൻറ്റു ബർത്ത് റേറ്റ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നമ്പർ ഓഫ് ബർത്ത് ആണ്. ഇനി എന്താണ്? ഇത് നമ്പർ ഓഫ് ഡെത്ത് ആണ്. നമ്പർ ഓഫ് ബർത്ത് മൈനസ് ഡെത്ത് ആക്ച്വൽ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് കിട്ടും. നോക്കുക, ഇത് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് ആണ്. പുതുതായിട്ടുണ്ടായവരും ഡെഡ് ആയവരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് ആക്ച്വൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ സൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇക്വേഷനെ എന്താണ്? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ബി മൈനസ് എൻ ഇൻറ്റു ഡി. നമുക്കിവിടെ ഇതിനെ ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടുന്ന ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എൻ ഇവിടെ കോമൺ ആണ്. അപ്പോൾ എന്തായിരിക്കും? ബി മൈനസ് ഡി ഇൻറ്റു എൻ. ഞാൻ എന്നിനെ വെളിയിലെടുത്തു. ഈ എന്നിന് രണ്ടും കോമൺ ആയിട്ട് എന്നിനെ വെളിയിലെടുത്തു. അപ്പം ബി മൈനസ് ഡി ഇൻറ്റു എൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ബി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ബി മൈനസ് ഡി ഇൻറ്റു എൻ വരെയായി. കാരണം എന്താണ്? നമ്മൾ കോമൺ ആയിട്ടുള്ള എൻ വെളിയിലെടുത്തു, ബി മൈനസ് ഡി. ഇനി ബി മൈനസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ആർ. അപ്പോൾ ബി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ ടേം കൊണ്ട് പറയുകയാണ്, അതിനെ ആർ എന്ന് പറയുന്നു. ആർ എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വന്നു?
ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൻ. ആർ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആണ്. അതിനെ പറയുന്ന പേരാണ് പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ഇൻറ്റു എൻ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ വിൽ ഗിവ് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് ആണ്, പോപ്പുലേഷൻ്റെ ചേഞ്ച് ആണ്. 100-ൽ നിന്നും 180 ആയിട്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 50 എന്ന വാല്യൂ ആണ് ആക്ച്വലി ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്ലസ് ഡെൽറ്റ എൻ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? നമ്മൾ നേരത്തെ കേസിൽ ഡിസ്കസ് ചെയ്ത് നോൺ ഓവർലാപ്പിംഗ് പോപ്പുലേഷൻ ആയിരുന്നു. അപ്പോൾ പ്രീവിയസ് ജനറേഷനുള്ളവരെ കൺസിഡർ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ്, NT പ്ലസ് 1 ഈസ് ഈക്വൽ ടു NT ഇൻറ്റു R0 ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെ പറ്റത്തില്ല. ഇവിടെ ഓവർലാപ്പിംഗ് പോപ്പുലേഷൻ ആണ്. പ്രീവിയസ് ജനറേഷനുള്ള മെമ്പേഴ്സ് ഈ ഒരു ജനറേഷനിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് വിത്ത് റെസ്പെക്ട് ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പ്ലസ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പ്രീവിയസ് ജനറേഷൻ പുതിയ പോപ്പുലേഷനിലെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ തരുന്നു. അപ്പോൾ നമുക്ക് ഓവറോൾ നമ്മൾ പറഞ്ഞ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ബ്രീഡേഴ്സിൻ്റെ കേസിലാണ്. അവിടെ ചേഞ്ച് ഇൻ നമ്പർ വിത്ത് റെസ്പെക്ട് ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബർത്ത് മൈനസ് നമ്പർ ഓഫ് ഡെത്ത് ആണ് ചേഞ്ച് ഇൻ നമ്പർ. ഓക്കെ, അപ്പോൾ ആ ശരിക്കും ബർത്തും ഡെത്തും എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഇൻറ്റു ബർത്ത് റേറ്റ് ആണ് നമ്പർ ഓഫ് ആക്ച്വൽ ബർത്ത് കിട്ടുന്നത്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻറ്റു ഡെത്ത് റേറ്റ് ആക്ച്വൽ നമ്പർ ഓഫ് ഡെത്ത്. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്തത്, ബി മൈനസ് ഡി ഇൻറ്റു എൻ എന്നെഴുതി. ബി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ എന്താണ് പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് എന്നുണ്ടെങ്കിൽ എന്താണ്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ R0 ആയിരുന്നു അത് അല്ലേ, നേരത്തെ എന്താണ് പ്രീവിയസ് ഇക്വേഷനിൽ R0 ആയിരുന്നു, ഇവിടെ R ആണ്. സ്മോൾ r എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ആണ്. R0 എന്ന് പറഞ്ഞാൽ നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് ആണ്. രണ്ടും വ്യത്യസ്തമാണ്. നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് മറ്റേ ഇക്വേഷനിൽ, ഇവിടെ എന്താണ്, പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ആണ്. പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് ആണ്. വീണ്ടും ഞാൻ പറയുന്നു, ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് ആണ്, ആക്ച്വൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ അല്ല. അത് പ്ലസ് എൻ ചെയ്താൽ മാത്രമേ ആക്ച്വൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ കിട്ടത്തുള്ളൂ. നമ്മൾ അപ്പം കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞു. ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൻ. അപ്പോൾ എക്കോളജിസ്റ്റ് പലപ്പോഴും എന്താണ് ഈ പറയുന്ന നമ്മുടെ ഡെൽറ്റ എന്നിന് പകരം സ്മോൾ ഡി എൻ സ്മോൾ ഡി ടി, സ്മോൾ ഡി എൻ ബൈ സ്മോൾ ഡി ടി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത് ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ ആണ് ഈ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് വിത്ത് റെസ്പെക്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് ഇൻ്റർവെല്ലാകുമ്പോൾ എന്താണ് അതിൻ്റെ ആക്യുറസി കുറവായിരിക്കും. അപ്പോൾ ഒരാഴ്ചത്തെ ചേഞ്ച് ഇത് അല്ലെങ്കിൽ അപ്പോൾ ഒരു വർഷം ഉണ്ടെങ്കിൽ ആ ഒരു വർഷത്തിൽ ഓരോ ആഴ്ചയും ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ചെയ്യുന്നു. അങ്ങനെ ഓരോ സമയത്തെയും ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പലപ്പോഴും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലേ കറക്റ്റായിട്ട് ആക്യുറസി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ചെറിയ ഒരു ടൈം പീരീഡിനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഡെൽറ്റ എൻ എന്നുള്ളത് സ്മോൾ ഡി എൻ സ്മോൾ ഡി ടി. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരുന്നു, ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു, സ്മോൾ ഡി എൻ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൻ. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഇനി ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് ഇക്വേഷൻ. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളതിനെ കഴിയുമ്പോൾ ആ ഇക്വേഷൻ ഓർത്താൽ മതി. കാരണം ബയോളജിക്കലി നമുക്കത് അതിൻ്റെ ഡെറിവേഷനിൽ വലിയ റിലവൻസ് ഇല്ല. ഒരു ഇക്വേഷൻ ഉണ്ട്, എൻ ടി ഈസ് ഈക്വൽ ടു N0 e റേസ് ടു ആർ ഇൻറ്റു ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ നോക്കുക, എൻ ടി ഈസ് ഈക്വൽ ടു N0 e റേസ് ടു ആർ ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പോപ്പുലേഷൻ എക്കോളജിസ്റ്റുകൾ എപ്പോഴും അവർ എന്തിനെ പറ്റിയാണ് കൺസേൺഡ് ആയിരിക്കുന്നത്, ഈ പോപ്പുലേഷൻ എങ്ങനെ ഗ്രോ ചെയ്യും, ഇനി ഒരു ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക ടൈമിൽ ഇവിടുത്തെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ എത്രയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയായിരിക്കും മെയിനായിട്ടും കൺസേൺഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്യൂച്ചർ അല്ലെ ഒരു ടൈമിൽ, ഒരു പ്രത്യേക ടൈമിൽ എത്രയായിരിക്കും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്താണ് ഇൻ ദ പോപ്പുലേഷൻ, എൻ ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് ടൈം ടി, N0 എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസൻറ്റ്, ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു
കോൺസ്റ്റന്റ് ആണ്, നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ആണ്, അത് 2.7 ആണ്. ഇനി ആർ എന്ന് പറയാൻ നമുക്കറിയാം എന്താണ് പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ്. ടി എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ ഒരു 2 ടൈമിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്തിടണം? 2 ഇടണം. ടൈമിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഇവിടെ എന്താണ്? 3 ഇടണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫ്യൂച്ചറിൽ ഈ ഒരു പോപ്പുലേഷൻ എങ്ങനെയായിരിക്കും, ഒരു പ്രത്യേക ടൈമിൽ ഈ ഒരു പോപ്പുലേഷൻ എത്ര നമ്പർ ഉണ്ടാകും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് N0 എന്ന് പറയാം. N0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നോക്കുക 10 പേര്. ഇപ്പോൾ N0 10 ആണ്. ഇനി അതിൻ്റെ ആർ വാല്യൂ 0.1 ആണ്. ആർ വാല്യൂ നമുക്കറിയാം 0.1 ആണ്. ടൈം ടി എന്താണ്? 2 ആണ്. ഫ്യൂച്ചറിലുള്ള ടൈമാണ്, അത് 2 ആണ്. അതിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നോക്കുക. അപ്പോൾ ഇനി ഇ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എപ്പോഴും അതിന് ഒരു വാല്യൂ ഉള്ളൂ, 2.7. ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം അതൊരു കോൺസ്റ്റന്റ് ആണ്, 2.7 ആണ്. അത് നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. ഇനി അപ്പോൾ നമുക്ക് എന്താണ്? ഇപ്പോൾ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. ആർ വാല്യൂ എന്താണ്? 0.1 ആണ്. ടൈം ടിയിൽ ഈ പോപ്പുലേഷൻ എത്രയായിട്ട് കൂടുന്ന അറിയണമെങ്കിൽ ടൈം ടി ഈസ് ഈക്വൽ ടു N0 10 into 10 എന്ന് പറഞ്ഞാൽ N0, ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ N0. ഇനി നോക്കുക, ഇനി എന്താ വേണ്ടത്? ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് 2.7 റേസ് ടു ആർ ഇൻറ്റു ടി. ഇവിടെ ആർ വാല്യൂ 0.1, നമ്മുടെ ടൈമായിട്ട് പറഞ്ഞേക്കുന്നത് 2 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ടിയുടെ വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് എൻ ടി. അപ്പോൾ ടൈം ടി, അതായത് 2 എന്ന് പറയുന്ന ടൈം, ഇത് 5 ആയിരുന്നു, ഇവിടെ 5 വന്നേനെ. അപ്പോൾ 5 കഴിഞ്ഞിട്ടുള്ള സമയത്തെ പറ്റി അങ്ങനെ എന്താണ്, ഇങ്ങനെയുള്ള ഫ്യൂച്ചറിൽ ഈ പറയുന്ന ഒരു പോപ്പുലേഷനുള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് വേറെ ഒരു കാര്യമുണ്ട്. നമ്മൾ നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം R0 ആയിരുന്നു, നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ്. ഇവിടെ എന്താണ്? സ്മോൾ ആർ, പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ്. ഈ രണ്ടും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവിടെയുള്ള ഇക്വേഷനിൽ R0 ആയിരുന്നു. R0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ്, ആർ എന്താണ്? പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ്. എങ്ങനെയാണ് ഇവർ തമ്മിൽ റിലേറ്റ് ആകുന്നത്? അപ്പം എന്താ റിലേറ്റ് ആകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ R0 അറിയാമെങ്കിൽ സ്മോൾ ആർ എങ്ങനെ കണ്ടുപിടിക്കാം, ആർ അറിയാമെങ്കിൽ എങ്ങനെ R0 കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഇത് വേണ്ടി വരുന്നത്? എന്താണ് ഈ ആറിനെയും R0നെയും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ ഒരു തുടങ്ങിയപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നോൺ ഓവർലാപ്പിംഗ് സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്ട്രിക്ട്ലി നോൺ ഓവർലാപ്പിംഗ് ആണ്. പലപ്പോഴും സീസണൽ ബ്രീഡേഴ്സ് ഓവർലാപ്പിംഗ് ആയിട്ട് വരാറുണ്ട്. എങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നത്? സീസണിലാണ് അവർ ബ്രീഡ് ചെയ്യുന്നത്, പക്ഷേ പ്രീവിയസ് ജനറേഷനുള്ള മെമ്പേഴ്സ് പലരും അടുത്ത ജനറേഷനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റിലൊക്കെ ഉള്ള മിക്ക മാമൽസും സീസണൽ ബ്രീഡേഴ്സ് ആണ്. പക്ഷേ മാമൽസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതോട് ഇല്ലാണ്ടാകുകയല്ല, പഴയ ജനറേഷനുള്ള മാമൽസ് ഈ ജനറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓവർലാപ്പിംഗ് സീസണൽ ബ്രീഡേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ R0നെയും ആറിനെയും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിനുള്ള ഒരു ഇക്വേഷനാണ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ln R0 ബൈ ടി. ടി എന്താണെന്ന് നമുക്കറിയാം, ജനറേഷൻ ടൈം. അപ്പോൾ ഇതാണ് ആറിനെയും R0യെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. R ഈസ് ഈക്വൽ ടു, ആർ എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ്, R0 എന്ന് പറഞ്ഞാൽ നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ്. R ഈസ് ഈക്വൽ ടു ln R0 ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ജനറേഷൻ ടൈം. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ എക്സാമ്പിൾ പറയാം. നമ്മുടെ മെറ്റീരിയലുള്ളൊരു എക്സാമ്പിൾ, ഒരു R0 വാല്യൂ 0.943 എന്ന് പറയുന്ന R0 വാല്യൂ. അപ്പോൾ പിന്നെ എന്താണ് R0? ഇനി എന്താണ് ടി? എന്താണ്? 4.638. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ബീവറിൻ്റെ ഒരു ലൈഫ് ടേബിൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വാല്യൂ ആണ് അവർ ഡയറക്റ്റ്ലി എടുത്തിട്ടേക്കുന്നത്. അതിൻ്റെ അകത്ത് R0 വാല്യൂ 0.943യും അതിൻ്റെ ജനറേഷൻ ടൈം
4.638 ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, ഇതിന് മുന്നേ ഉള്ള ചാപ്റ്ററിൽ ജനറേഷൻ ടൈം എന്ന് പറയുന്ന ടോപ്പിക് എടുത്തപ്പോൾ ഒരു ബീവറിൻ്റെ പോപ്പുലേഷൻ്റെ ലൈഫ് ടേബിൾ ഉപയോഗിച്ചിട്ടാണ് അവരുടെ എന്താണ് ആ ഒരു ജനറേഷൻ ടൈം കണ്ടുപിടിച്ചത്. അതിനകത്ത് R0 അങ്ങനെ തന്നെ എടുത്തേക്കുവാണ്. അപ്പം LN 0.943 ഡിവൈഡഡ് ബൈ 4638. അപ്പോൾ R is equal to LN R0 വാല്യൂ എന്താണ്, ആ ബീവർ പോപ്പുലേഷൻ്റെ 943 ആയിരുന്നു. അതിൻ്റെ ജനറേഷൻ ടൈം 4.463 ആയിരുന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.0126. ഇതാണ് ഇതിൻ്റെ R വാല്യൂ. അപ്പോൾ R0 വാല്യൂ അറിയാമെങ്കിൽ, അതിൻ്റെ ജനറേഷൻ ടൈം അറിയാമെങ്കിൽ, ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് R വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട എന്തുകൊണ്ട് R ഉം R0 റിലേറ്റഡ് ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില കേസിലെങ്കിലും പോപ്പുലേഷൻ കോളേജിൽ R-നെയും R0-നെയും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടി, സ്മോൾ R-നെയും R0-നെയും തമ്മിൽ റിലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു നോൺ ഓവർലാപ്പിംഗ് സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇത് ഓവർലാപ്പ് ചെയ്യാം. ഈവൻ സീസണൽ ബ്രീഡേഴ്സിന് പോലും ഓവർലാപ്പ് ചെയ്യുന്ന പോപ്പുലേഷൻ വരാം. അതുകൊണ്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യേണ്ടത് ആവശ്യം വരുന്നു. ഇനി നമുക്ക് അറിയാം, ഈ നമ്മുടെ ഇപ്പോൾ ഉള്ള ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഡെൽറ്റ എൻ ബൈ ഡി എൻ. ഇപ്പോൾ ഡെൽറ്റയ്ക്ക് വരെ DN ബൈ എക്കോളജിസ്റ്റ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്കോളജിസ്റ്റുകൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ DN ബൈ DT ഇസ് ഈക്വൽ ടു R ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഈ R വാല്യൂ ആയിട്ട് റിലേറ്റഡ് ആണ് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. R വാല്യൂ ഹൈ ആണെങ്കിൽ കൂടുതൽ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് വരും. അപ്പോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ എന്നുമായിട്ടും റിലേറ്റഡ് ആണ്, R വാല്യൂ ആയിട്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു പോപ്പുലേഷൻ ഏറ്റവും നല്ല രീതിയിൽ വളരുന്നു, ഇഷ്ടം പോലെ റിസോഴ്സ്, ഒരു പ്രശ്നവുമില്ല, ഉണ്ടാകുന്ന പ്രോജനി എല്ലാം സർവ് ചെയ്യാൻ പറ്റുന്നു, അപ്പോഴാണ് ഈ R വാല്യൂ അതിൻ്റെ മാക്സിമത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ഒരു പോപ്പുലേഷന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് R എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് R max. അപ്പോൾ ഈ R max എന്ന് പറയുന്ന മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് സ്മോൾ ആറിന് മേളിലോട്ട് ഒരു പോപ്പുലേഷൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല പോലെ ഒരു പോപ്പുലേഷൻ വളരുന്നത് R maxലായിരിക്കും. കണ്ടീഷൻ മോശമാകും തോറും Rൻ്റെ വാല്യൂ കുറയുന്നു. അപ്പോൾ നമ്മൾക്കറിയാം ഈ R max എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിന് വളരാൻ പറ്റത്തില്ല. അപ്പോൾ R max ആണ് ഏറ്റവും നല്ല രീതിയിൽ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് Rൻ്റെ റിലവൻസ് നോക്കാം. എങ്ങനെ സ്മോൾ ആർ എങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്തിനെ ബാധിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ഒരു Rൻ്റെ വാല്യൂ നമ്മൾ R0യെ പറ്റി പറഞ്ഞ പോലെ ഈക്വൽ ടു സീറോ എന്താണ്, അല്ലെങ്കിൽ ഓരോ ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ 1 അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പോപ്പുലേഷൻ ഇമാജിൻ ചെയ്യുക. പോപ്പുലേഷൻ്റെ N0 അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് 100 ആണ്. അപ്പം അതിനകത്ത് ഡെൽറ്റ DN ബൈ DT നോക്കുകയാണ് നമ്മൾ. DN ബൈ DT എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ടൈം എപ്പോഴും എന്താണ്, ഒരു യൂണിറ്റ് ടൈം ആയതുകൊണ്ട് 1 ആക്കി കൺസിഡർ ചെയ്താൽ, അപ്പോൾ ഈ ടൈമിനെ പറ്റി കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഒരു മാസത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കണം, 1 കണക്കാക്കാം. ഓക്കെ, അപ്പം അപ്പോൾ ഒരു മാസത്തെ ഒരു ചേഞ്ച് ആണെങ്കിൽ DN ബൈ DT എന്ന് പറയുമ്പോൾ N0 എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? R ഇൻറ്റു N ആണ് ബേസിക് ഇക്വേഷൻ. R ഇൻറ്റു N DN ബൈ DT ഈസ് ഈക്വൽ ടു R ഇൻറ്റു N ആണ് ബേസിക് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ DN ബൈ DT കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ N0 അല്ലെങ്കിൽ എന്ന് കൂട്ടിക്കോ. എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ DN ബൈ DT ഈസ് ഈക്വൽ ടു Rൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ 0 ഇൻറ്റു N ഇവിടെ 100 ആണ്. പക്ഷേ 100 എന്ന് പറയുമ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് ഈക്വൽ ടു 0 എന്ന് തോന്നുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, പോപ്പുലേഷൻ അല്ല 0 ആയത് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് ആണ്. ഓൾറെഡി ഈ പറയുന്ന പോപ്പുലേഷനിൽ 100 പേരുള്ള ആ ഒരു പോപ്പുലേഷനിൽ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്താണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ R ഇൻറ്റു N ആണ്. R 0 ആകുമ്പോൾ R ഇൻറ്റു N എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 100 വന്നു, 0 വന്നു. അപ്പോൾ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് വിത്ത് റെസ്പെക്ട് ടു ടൈം 0 ആണ്. ഇത് പോപ്പുലേഷൻ
അതിൻ്റെ നമ്പർ സീറോയിലോട്ട് പോയി നല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോപ്പുലേഷനിലെ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് 0 ആയി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ അതേ ഇതിൽ തന്നെ നിലനിൽക്കുന്നു. 100 ആയിരുന്നു, 100 ആയിട്ട് തന്നെ ഒന്നുപോലും കൂടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ 0 ആണ് ആറിൻ്റെ വാല്യൂ, സ്മോൾ ആറിൻ്റെ വാല്യൂ എങ്കിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ്. അല്ലെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബർത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു ഡെത്ത് റേറ്റ്. എത്ര പേരുണ്ടായോ അത്രയും പേര് ഡെഡായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വാല്യൂ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യും. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ കൂടും. അപ്പോൾ 0 എന്ന് പറയുന്നത് എന്താണ്? നോ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ്. 0ക്ക് കൂടുതലുള്ള എന്ത് വാല്യൂ സ്മോൾ ആർ വന്നു കഴിഞ്ഞാലും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. 0ക്ക് താഴെയുള്ള എന്ത് വാല്യൂ വന്നാലും പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യും. അതാണ് സ്മോൾ ആറിനെ പറ്റി പറയാനുള്ളത്. R0യുടെ കേസിൽ ഡിഫറൻ്റ് ആയിരുന്നു, ഇതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ്, അവിടെ എന്താണ്? ഓവറോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ സൈസ് ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇനി നമുക്ക് നോക്കാം ഒരേ വാല്യൂ ഇപ്പോൾ R0നും R0യ്ക്കും ഒരേ വാല്യൂ വരുവാണെന്ന് വെച്ചു. അപ്പോൾ രണ്ട് പോപ്പുലേഷൻ, ഒന്ന് സ്മോൾ ആറിൻ്റെ വാല്യൂ ഒരു പ്രത്യേക വാല്യൂ, മറ്റേതെന്താണ്? R0യുടെ വാല്യൂ ഒരു പ്രത്യേകം. ഈ രണ്ട് പോപ്പുലേഷൻ്റെയും ഗ്രോത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നോൺ ഓവർലാപ്പിംഗ് സീസണൽ ബ്രീഡേഴ്സ് ആയിക്കോട്ടെ, ഓവർലാപ്പിംഗ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആയിക്കോട്ടെ, ഇനീഷ്യലി കർവ് ജെ ഷേപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെങ്കിൽ ഇയേഴ്സ് കടന്നു പോകുമ്പോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻക്രീസ് ചെയ്യും. അതെന്താണ്? ഒരു ജെ ഷേപ്പ് കർവ് കിട്ടും. ടൈമിന് പ്രൊപ്പോർഷണലായിട്ട് ഉള്ള ഇൻക്രീസ് ആദ്യം കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ പോലും പിന്നെ സഡനായി കൂടുകയും പിന്നെ എന്താണ് ജെ ഷേപ്പ് കർവിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ R0യും കമ്പയർ ചെയ്യുമ്പോൾ, R0യും അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കമ്പയർ ചെയ്യുമ്പോൾ സെയിം വാല്യൂ 2.2 ആണ് ഇവിടുത്തെ R, 0.2 തന്നെയാണ് ഇവിടുത്തെ R0, 0.2, R 0.2. അപ്പോൾ രണ്ട് പോപ്പുലേഷൻ നമ്മൾ കമ്പയർ, അവരുടെ ഗ്രോത്ത് കമ്പയർ ചെയ്താൽ R വാല്യൂ 0.2 ഉള്ളതിനാണ് കുറച്ചുകൂടെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഗ്രോത്ത്. അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടൈമുമായിട്ട് വെച്ച് നോക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കുറച്ചുകൂടെ സ്റ്റീപ്പായിട്ട് കാണപ്പെടുന്നത് R വാല്യൂനാണ്. R0യ്ക്കല്ല, R വാല്യൂനാണ്. അപ്പോൾ R0 അത് എന്താ ബേസിക്കലി പറഞ്ഞു വരുന്നത്? സീസണൽ ബ്രീഡേഴ്സ്, നോൺ ഓവർലാപ്പിംഗ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ഓവർലാപ്പിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഗ്രോത്ത് ആയിക്കോട്ടെ, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആയിക്കോട്ടെ, രണ്ട് കേസിലും ജെ ഷേപ്പ് കർവാണ്. ടൈമിന് പ്രൊപ്പോർഷനായിട്ട് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ സൈസ് ജെ ഷേപ്പ് കാണും. അപ്പോൾ ഒരേ എന്താണ്? R വാല്യൂയും R0 വാല്യൂ ഉള്ള രണ്ട് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന് എന്താണ്? നോൺ ഓവർലാപ്പിംഗ് സീസണൽ ബ്രീഡേഴ്സ്, ഒരെണ്ണം എന്താണ്? ഓവർലാപ്പിംഗ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്, ആറും അതിൻ്റെ R വാല്യൂ 0.2, മറ്റേ R0 വാല്യൂ 0.2. രണ്ടിൻ്റെയും ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഈ ഗ്രാഫ് ആയിരിക്കും കുറച്ചുകൂടെ സ്റ്റീപ്പ് ആയിട്ടുള്ളത്. എന്താണെന്നറിയോ? കാരണം ഈ R എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ എല്ലായ്പ്പോഴും ഒരു പോപ്പുലേഷൻ്റെ ഇൻക്രീസിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റത് അങ്ങനെയല്ല, ആ ഒരു സീസണിൽ മാത്രമേ ഇൻക്രീസ്. അപ്പം നമുക്ക് രണ്ട് കേസിലും R ഇൻറ്റു N-ഉം അല്ലേ, ഏത് നമ്മുടെ ഡെൽറ്റ dN/dt-ലും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ dN/dt ഈസ് ഈക്വൽ ടു R ഇൻറ്റു N, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ഒരു വലിയ ഫാക്ടർ ആയിരുന്നു. അതേപോലെ നമ്മുടെ എന്താണ് R0 ഇൻറ്റു N-ൻ്റെ കേസിലും R0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഓവർലാപ്പിംഗ് സീസണൽ ബ്രീഡേഴ്സിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പം ഈസ് ഈക്വൽ ടു n+1 ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു N-ൻ്റെ കേസിലും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ഇൻറ്റു R0 അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ ഇൻറ്റു R ചെയ്യുമ്പോഴാണ് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ട് കേസിലും N വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, കണ്ടിന്യൂസ് ബ്രീഡേഴ്സിൻ്റെ കേസിൽ എല്ലാ സമയത്തും പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ആ ഒരു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ്റെ അഡ്വാൻറ്റേജ് ഓരോ സമയത്തും ഈ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഇൻറ്റു R, അതിനുശേഷം വീണ്ടും ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഇൻറ്റു R, അങ്ങനെ ചെയ്ത് ഒരു വർഷം കൊണ്ട് ഈ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതും ഒരു വർഷം കൊണ്ട് ഈ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കേസിൽ ആ ലാസ്റ്റ് ടൈമിൽ സീസണിൻ്റെ സമയത്തുണ്ടാകുന്ന ഇൻക്രീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ്?
ത്രൂ ഔട്ട് ദ ഇയർ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ആ ഒരു ഇൻക്രീസിൻ്റെ അഡ്വാൻറ്റേജ് R/N കാൽക്കുലേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരേ വാല്യൂവിൽ സ്മോൾ ആറും R0 വന്ന് രണ്ട് പോപ്പുലേഷൻ്റെ ഗ്രാഫ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ R വാല്യൂ എന്താണ് അല്ലെങ്കിൽ എന്താണ് സ്മോൾ ആർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ നമ്പറിൻ്റെ ഇൻക്രീസ് ഇതിനെ കഴിഞ്ഞും ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നതല്ല, അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ചില കമ്പാരിസൺ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മളപ്പം R എങ്ങനെ R0 ആയിട്ട് റിലേറ്റഡ് ആവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ആറും R0നെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി R0 എന്താണ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ലാംഡ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ലാംഡ R0 ഓൾമോസ്റ്റ് ഈക്വൽ ടു ലാംഡ നമ്മൾ കണ്ടു കഴിഞ്ഞു. R0 കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഹ്യൂജ് എഫേർട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എക്കോളജിസ്റ്റുകൾ പലപ്പോഴും ലാംഡ യൂസ് ചെയ്ത് ലാംഡേനെ R0 ആയിട്ട് റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓവർലാപ്പിംഗ് പോപ്പുലേഷൻ്റെ R എങ്ങനെ ലാംഡ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇക്വേഷൻ എന്താ വെച്ചാൽ ലാംഡ ഈസ് ഈക്വൽ ടു E raised to R എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്കറിയാം ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈയുടെ വാല്യൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് R വാല്യൂ അറിയാമെങ്കിൽ E raised to R ചെയ്തിട്ടുണ്ടെങ്കിൽ ലാംഡ വാല്യൂ കിട്ടും. അപ്പം അന്നേരം തിരിച്ചും എന്താണ് ലാംഡ അറിയാമെങ്കിൽ R കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ലാംഡയെയും സ്മോൾ ആറിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ലാംഡ ഇസ് ഈക്വൽ ടു E raised to R. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാൽക്കുലേഷനോട്ടൊന്നും പോകണില്ല, ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന കുറേ കാര്യം പറയാണ്. അപ്പോൾ ഒരു R വാല്യൂ 0.012 വരുമ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു E raised to R എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ വാല്യൂ വരുന്നത് 1.012 ആണ് നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ട്. അതേപോലെ R വാല്യൂ 0.45 വരികയാണെങ്കിൽ ലാംഡ വാല്യൂ 1.5 ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ലാംഡയും ആറിനെയും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷനുകൾ കുറേ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ മാത്രമേ ഇത്ര ഇക്വേഷൻസ് ഉള്ളൂ. വൺസ് ഇതൊക്കെ ആയിട്ടൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ബാക്കി ചാപ്റ്റേഴ്സ് ഈസി ആയിരിക്കും. ഓക്കെ, നമ്മളിനി അടുത്തത് പോപ്പുലേഷൻ്റെ ഡബിളിംഗ് ടൈമിനെ പറ്റിയാണ് പറയുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഡബിളിംഗ് ടൈം എങ്ങനെ, അപ്പോൾ ഒരു പോപ്പുലേഷൻ അതിൻ്റെ ഇരട്ടി നമ്പറിലോട്ടാകാൻ എടുക്കുന്ന ടൈം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, NT ഈസ് ഈക്വൽ ടു N0 E raised to R into T. NT എന്ന് പറഞ്ഞാൽ ടൈം ടിയിൽ ഉള്ള പോപ്പുലേഷൻ. അപ്പം അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് N0 എന്ന് പറഞ്ഞാൽ പ്രസൻ്റിൽ എത്ര പേരുണ്ട്, ഈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. R പിന്നെ R ആണ്, ടൈം എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കുന്നു. ആ ഒരു ഇക്വേഷനിൽ നിന്നും നമ്മൾ ഡബിളിംഗ് ടൈം കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാകാൻ എടുക്കുന്നതാണ് ഇരട്ടി നമ്പർ ആയിരിക്കും. N0യിൽ നിന്നും NT ആകാന്ന് പറഞ്ഞാൽ ഇരട്ടിയാകും. അപ്പം NT/N0 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. കാരണം എന്തായിരിക്കും, N0 ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഇരട്ടിയാകാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കണം. അപ്പം N0യുടെ ഇരട്ടി, അപ്പോൾ N0യുടെ ഇരട്ടിയാകാൻ എടുക്കുന്ന സമയം, അപ്പോൾ സ്വാഭാവികമായിട്ടും NT/N0 2 ആയിരിക്കും. അപ്പോൾ ഈ N0നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്താണ് NT/N0 2 എന്ന് എഴുതാൻ പോകും. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു അപ്പോൾ E raised to R into D. ടിക്ക് പകരം D ആക്കിയേക്കുക. എന്തുകൊണ്ട്, ഡബിളിംഗ് ടൈം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടി തന്നെയാണ് ഇത്, ശരിക്കും ടി ആണ്, പക്ഷേ ഡബിൾ ആകാൻ എടുക്കുന്ന സമയം ആയതുകൊണ്ട് അതിനെ D എന്ന് എഴുതിയേക്കാണ്, ഡബിളിംഗ് ടൈം. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു E into R raised to D. അപ്പോൾ നോക്കുക, ഇതിൻ്റെ നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ ln2 ഇത് നോക്കിയേ, E raised to RD എന്നുള്ളത് അതിൻ്റെ നാച്ചുറൽ RD ആയി മാറും.
നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ. ഓക്കെ, അപ്പം ln2 ഈസ് ഈക്വൽ ടു r ഇൻറ്റു ഡി. അപ്പോൾ ln2ൻ്റെ വാല്യൂ 0.693. 693 ഈസ് ഈക്വൽ ടു r ഇൻറ്റു ഡി. r എന്താണെന്ന് നമുക്കറിയാം, d എന്ന് പറഞ്ഞാൽ ഡബിളിംഗ് ടൈം ആണ്. അപ്പോൾ d ഈസ് ഈക്വൽ ടു ഡബിളിംഗ് ടൈം ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ r ചെയ്യുക. r വാല്യൂ അറിയാമെങ്കിൽ അപ്പോൾ നമ്മൾ 0.693 ഡിവൈഡ് ബൈ r ചെയ്താൽ ആ ഒരു പോപ്പുലേഷൻ ഡബിൾ ആകാൻ വേണ്ടി എത്ര സമയം എടുക്കുമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഈ 693നെ എക്കോളജിസ്റ്റുകൾ 0.70 എന്നാക്കി. അപ്പോൾ 0.70 ഡിവൈഡഡ് ബൈ r ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ ഡബിളിംഗ് ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് r വാല്യൂ അറിയാമെങ്കിൽ ഈ പറയുന്ന ഒരു പോപ്പുലേഷൻ എത്ര സമയം കൊണ്ട് അത് ഡബിൾ ആകും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.